നമസ്കാരം, ഫ്ലിക് മലയാളത്തിലേക്ക് സ്വാഗതം. അങ്ങനെ അലമാര തുറന്നു. ഒരാടിനെ വെച്ച് മലയാള സിനിമയിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്ത മിഥുൻ മാനുവൽ തോമസ് ഒരു അലമാരയെ കേന്ദ്ര കഥാപാത്രമാക്കി വീണ്ടും എത്തിയിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അലമാര ഒരു രസികൻ ചിത്രം തന്നെയാണ്. ചിത്രം തുടങ്ങുന്നത് തന്നെ അലമാര തന്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. പറയുക എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് തന്നെ കേട്ടോ. കാരണം അലമാരയ്ക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം സലീം കുമാറാണ്. കയ്യും കാലും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടി രക്ഷപ്പെടാമായിരുന്നു. മലയാളികളുടെ ഇഷ്ടതാരമായ സണ്ണി വെയിനും ആംഗ്രി ബേബീസിലൂടെ സിൽവർ സ്ക്രീനിലെത്തിയ അദിതി രവിയുമാണ് ഈ ചിത്രത്തിലെ നായക കഥാപാത്രങ്ങൾ. എന്നാൽ നമ്മെ കുടുവിട ചിരിപ്പിക്കുന്നത് രഞ്ജി പണിക്കരുടെയും മണികണ്ഠൻ ആചാര്യയുടെയും സാഹചര്യത്തിനനുസരിച്ചുള്ള തമാശകളും ചളികളുമാണ്. നമ്മുടെ നാട്ടിൽ ജാതിമത ഭേദമന്യേ വിവാഹത്തിന് ശേഷം പെണ്ണിന്റെ വീട്ടുകാർ ചെക്കന്റെ വീട്ടുകാർക്ക് ഒരു അലമാര വാങ്ങി നൽകുന്ന ചടങ്ങുണ്ട്. ആ ഒരു ചടങ്ങും അലമാര ഉണ്ടാക്കുന്ന പൊല്ലാപ്പിലൂടെയുമാണ് ഈ ചിത്രത്തിന്റെ കഥ പോകുന്നത്. ഒപ്പം തന്നെ മിഥുൻ മാനുവൽ തോമസിന്റെ എല്ലാ ചിത്രങ്ങളിലും എന്ന പോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പല കാര്യങ്ങളും തമാശ രൂപേണ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് മണികണ്ഠൻ ആചാര്യയുടെ സുപ്രൻ എന്ന കഥാപാത്രം. സോഷ്യൽ മീഡിയയിൽ കുറേയധികം ട്രോളുകൾക്ക് ഇരയായി മാറിയ ഒരു പ്രമുഖ രാഷ്ട്രീയ ചിന്താഗതിയെയും അതിന്റെ അണികളെയും ഒക്കെ വളരെ രസകരമായി ഈ ചിത്രത്തിൽ ട്രോൾ ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഈ ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയവരുടെയും സംഭാഷണം നൽകിയവരുടെയും വിജയമാണ്. ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ചു പറയാം, ഈ ചിത്രം ഇറങ്ങിയതിനു ശേഷം ട്രോൾ ആൻഡ് ചളി കമ്മ്യൂണിറ്റിക്ക് സ്ക്രീൻഷോട്ടുകളുടെ പെരുന്നാളായിരിക്കും. ഈ ചിത്രം കാണണോ വേണ്ടിയോ എന്ന് സംശയിക്കുന്നവരോട് പറയാനുള്ളത്, ഇതൊരു പൈസ വസൂൽ ചിത്രമാണ്. ഒരു സിമ്പിൾ കഥ, നല്ല തമാശകൾ, നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന സംഭവ വികാസങ്ങൾ, അങ്ങനെ ഒരു സാധാരണക്കാരനെ കണ്ടു രസിക്കാവുന്ന ഒരു ഉഗ്രൻ റൊമാൻറ്റിക് കോമഡി ചലച്ചിത്രമാണ് അലമാര. വീട്ടുകാരും നാട്ടുകാരൊക്കെ ഈ കല്യാണം കൂടാനും പിന്നെ ബിരിയാണി കഴിക്കാനൊക്കെ കാണുള്ളൂ. ഇത് നിങ്ങളുടെ ജീവിതമാണ്, നീ ഒരു തീരുമാനം എടുക്കുക. ആടുന്ന ചിത്രത്തിൽ ആശാനായി നമ്മെ ചിരിപ്പിച്ച ഇന്ദ്രൻസ് ഒരു ഉഗ്രൻ മേക്ക് ഓവറുമായാണ് അലമാരയിൽ വരുന്നത്. ഈ ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫിൽ ഇന്ദ്രൻസ് ചെയ്ത ആ ഒരു കഥാപാത്രത്തിന് പൂർണ്ണത നൽകാതിരുന്നത് ഒരു ചെറിയ പോരായ്മയായിട്ട് തോന്നി. തമാശകൾക്ക് യോജിച്ച തരത്തിലുള്ള പശ്ചാത്തല സംഗീതവും നുറുങ്ങ് ഗാനങ്ങളും ഈ ചിത്രം നൽകുന്ന ചിരിയുടെ ആക്കം കൂട്ടുന്നു. അജു വർഗീസ്, ഷൈജു കുറുപ്പ്, സുധി കോപ്പ തുടങ്ങി ആടുന്ന ചിത്രത്തിൽ തകർത്തഭിനയിച്ച ടീമുകളൊക്കെ അലമാരയിൽ പൊളിച്ചടുക്കിയിട്ടുണ്ട്. സണ്ണി വെയിന്റെയും അദിതി രവിയുടെയും ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു കപ്പിൾ കെമിസ്ട്രി ഈ സിനിമയിൽ വളരെ നന്നായി വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. നായകൻ അജു വർഗീസിനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുന്ന സീനും അരുണേട്ട എന്നുള്ള വിളിയുമെല്ലാം മലയാള സിനിമയുടെ പുത്തൻ വിജയ ചേരുവകളാണെന്ന് തോന്നിപ്പോവുകയാണ്. അതെ, അലമാര എപ്പോ കൊണ്ടുവരും? കുറച്ച് ചിരിക്കുവാനും എന്നാൽ ദാമ്പത്യ ജീവിതത്തെ പറ്റി കൂടുതൽ ചിന്തിക്കുവാനും പ്രേരിപ്പിക്കുന്ന ഈ ചിത്രം സുഹൃത്തുക്കളുടെ ഒപ്പവും കുടുംബത്തോടൊപ്പവും തിയേറ്ററിൽ പോയി കാണുക. സോ നല്ല അടിപൊളി മൂവി റിവ്യൂസ് പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനലായ ഫ്ലിക് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു ചിത്രത്തിന്റെ റിവ്യൂമായി കാണും വരെ ഗുഡ് ബൈ.